പുതുതായി ആപ്ലിക്കേഷൻ കിട്ടിയെങ്കിൽ അതിൽ വെറും 17 കോളേജുകൾക്ക് മാത്രമാണ് കൊടുത്തത്. ബാക്കി കോളേജുകളെല്ലാം റിജക്റ്റ് ചെയ്യാനുണ്ടായത്. എന്നാൽ അതിന് മുകളിൽ ഒരു സൂപ്പർവൈസറി കമ്മിറ്റി എന്ന നിലയിൽ വന്ന ഓവർസൈറ്റ് കമ്മിറ്റി എന്ന ഓമനപ്പേരിൽ വന്ന ഈ കമ്മിറ്റി ഒരു നല്ല കറവ് പശുവായി BJPയുടെ കേന്ദ്ര നേതൃത്വം കണ്ടു എന്നുള്ളതാണ് ഇതിനകത്തെ വസ്തുത. ആ കമ്മിറ്റിക്ക് BJP കേന്ദ്ര നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന കോളേജുകൾക്ക് അഫിലിയേഷൻ കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെ കാര്യങ്ങൾ പോയതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം കേരളത്തിൽ SR മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ, കേരള മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ, അൽ അസർ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ, മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ, DM വയനാട് ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകൾക്ക് കഴിഞ്ഞ വർഷം മാത്രം അഫിലിയേഷൻ കിട്ടിയത്. എന്നാൽ അവിടെ MCI ഇൻസ്പെക്ഷൻ നടത്തിയതിനു ശേഷം റിജക്ട് ചെയ്യപ്പെട്ട കോളേജുകളാണ്. ആ കോളേജുകളിൽ ഇത്തരത്തിൽ ലോധ കമ്മിറ്റിയുടെ ശുപാർശ പുറത്ത് ഔട്ട്റൈറ്റായി അവർക്ക് അഫിലിയേഷൻ കൊടുത്തു. അഫിലിയേഷൻ കൊടുത്തതിന് ശേഷം അതിനകത്തുണ്ടായിരുന്ന കണ്ടീഷൻ അനുസരിച്ച് വീണ്ടും അതൊരു പാക്കേജാണ്. അഫിലിയേഷൻ ലോധ കമ്മിറ്റിയെ കൊണ്ട് മേടിച്ചു കൊടുക്കും. തുടർന്ന് വരുന്ന ഇൻസ്പെക്ഷനിൽ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യമുണ്ടെന്നും ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് പോസിറ്റീവാക്കി കൊടുക്കുമെന്നുള്ള പാക്കേജ് തകർന്നപ്പോഴാണ് പരാതിയുമായി രംഗത്ത് വന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിനെ സംബന്ധിച്ച് അതിൻ്റെ ബേസിസിലുള്ള കോളേജുകളുടെ ലിസ്റ്റ് ഇന്നിപ്പോൾ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സൈറ്റിലുണ്ട്. അതിനെക്കുറിച്ച് ഒന്നുകൂടി മനസ്സിലാക്കണം. വീണ്ടും ഒരിക്കലും ലോധ കമ്മിറ്റിക്ക് ഈ ഇൻസ്പെക്ഷൻ നടത്തുവാൻ അധികാരമുണ്ടായിരുന്നില്ല. വീണ്ടും ഇൻസ്പെക്ഷൻ നടത്തേണ്ടി വന്നത് MCA ആണ്. MCAയെ വീണ്ടും സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായും ഈ കോളേജുകൾ പരാജയപ്പെട്ടു. ഈ കേരളത്തിൽ വീണ്ടും SR മെഡിക്കൽ കോളേജ് പരാജയപ്പെട്ടിരിക്കുന്നു. ഈ പറഞ്ഞ കോളേജുകളിൽ പലതും പരാജയപ്പെട്ടിരിക്കുന്നു. ഷാജിക്ക് ഒരു വ്യവസായി എന്ന നിലയിൽ പല താല്പര്യങ്ങളുമുണ്ട്. അത് കേന്ദ്ര സർക്കാരിലോട് ആശ്രയിച്ച് മാത്രമേ സംരക്ഷിക്കാൻ കഴിയൂ. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന BJP ഘടകത്തെ ശത്രു പാളയത്തിൽ നിർത്താനും കഴിയില്ല എന്ന്. പക്ഷേ ഇന്നത്തെ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും ഒടുവിലത്തെ അനുഭവം എന്താണ്? ഈ ഷാജിയുടെ മെഡിക്കൽ കോളേജിനടക്കം അംഗീകാരം ലഭിക്കാതെ പോയിരിക്കുകയാണ്. ഈ പറയുന്ന 7 മെഡിക്കൽ കോളേജുകളും സർക്കാരിൻ്റെ ഒരു മെഡിക്കൽ കോളേജിന് അടക്കം അംഗീകാരം കിട്ടാതെ പോയിരിക്കുകയാണ്. അപ്പോൾ ഇത് MCA കൂടുതൽ സുതാര്യമായി പ്രവർത്തിക്കുന്നു എന്ന ഒരു വാദത്തിനാണോ പിൻബലം നൽകുക? അതോ കേരളത്തിൽ ഉണ്ടായ ഈ ഭൂകമ്പം അത് ഡൽഹിയെ വരെ പിടിച്ചു കുലുക്കാതിരിക്കാൻ അടിയന്തരമായി കേന്ദ്ര സർക്കാർ ഇടപെട്ട് നടത്തുന്ന ഒരു പരിഹാര ശ്രമമോ? എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? രണ്ട് കാര്യങ്ങളുണ്ട് ഇതിൽ. ഒന്ന്, ഷാജിയുടെ മെഡിക്കൽ കോളേജിന് അംഗീകാരം കിട്ടാത്തതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് BJPയുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ സതീഷ് നായർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 17 കോടിയുടെ ഡീലായിരുന്നു. 5.6 കോടി രൂപ മാത്രമേ കിട്ടിയുള്ളൂ. പാർട്ട് പേയ്മെൻറ്റേ നടന്നുള്ളൂ. ബാക്കി പണം തരാത്തത് കൊണ്ടാണ് പിന്നെ ഇടപെടാതിരുന്നത്. 17 കോടി പറഞ്ഞ് അതിൻ്റെ 1/3 തന്നാൽ എന്നാൽ ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് സതീഷ് നായർ തീരുമാനിച്ചു. അതാണ് ഒന്ന്. രണ്ട്, ഈ വിവാദങ്ങൾ തീർച്ചയായിട്ടും ഇമ്പാക്റ്റ് ഉണ്ടാക്കുമല്ലോ. വിവാദം ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് പിന്നെ അംഗീകാരം കൊടുക്കുക അസാധ്യവുമാണ്. ഈ രണ്ട് പ്രശ്നം അതിലുണ്ട്. ഇവിടെ ശ്രീധരൻപിള്ള ചേട്ടൻ അദ്ദേഹം പറഞ്ഞതിൽ ഒറ്റ കാര്യം മാത്രമാണ് സത്യം. അത് ഞാൻ അംഗീകരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ മറ്റ് പലരെയും പോലെ അദ്ദേഹം ഉറഞ്ഞു തുള്ളാറില്ല എന്ന് പറഞ്ഞതൊരു സത്യമാണ്. ഇത്രയും നേരം സംസാരിച്ചില്ല, അത് ആണ് അദ്ദേഹം പറഞ്ഞതൊരു സത്യം. ബാക്കി അദ്ദേഹം നല്ല ക്രിമിനൽ അഭിഭാഷകനാണ്. വളരെ പ്രഗത്ഭനായിട്ടുള്ള ക്രിമിനൽ അഭിഭാഷകനാണ്. ഞാൻ കരുതുന്നു ആ ക്രിമിനൽ അഭിഭാഷകൻ്റെ ബുദ്ധി ഷാജിയെ കൊണ്ട് വിജിലൻസിൻ്റെ മുമ്പിൽ ഇങ്ങനെ പറയിപ്പിക്കുന്നതിലുൾപ്പെടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തിന് കോംപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടല്ല, അദ്ദേഹത്തിന് കോംപ്ലിമെൻ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം നല്ല ക്രിമിനൽ അഭിഭാഷകനായതുകൊണ്ടാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ കോർ കമ്മിറ്റിയിലും ഭാരവാഹി യോഗത്തിലും കാര്യമായ അസുഖവുമൊന്നുമില്ലാതെ പങ്കെടുത്ത കുമ്മനം രാജശേഖരൻ അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് മാധ്യമങ്ങളെ കാണാൻ തയ്യാറാവാതെ എല്ലാം ശ്രീധരൻപിള്ള ചേട്ടനെ ഏൽപ്പിച്ച് പോയത്. കാരണം ഇത് നേരിടണമെങ്കിൽ നല്ല ക്രിമിനൽ അഭിഭാഷകൻ്റെ ബുദ്ധി കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് BJP കോർ കമ്മിറ്റി ചേർന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെയാണ് കുറേ കാലത്തിന് ശേഷം ശ്രീധരൻപിള്ള ചേട്ടനെ പത്രസമ്മേളനം നടത്താൻ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗൗരവം എന്താണ് എന്ന് അവർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ശ്രീധരൻപിള്ള പറഞ്ഞതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? അദ്ദേഹം പറയാണ് ഇതെല്ലാം ഒറ്റപ്പെട്ട കാര്യമാണ്, അഴിമതി നടന്നു, അതിൽ ഒരു BJPക്കാരൻ പെട്ടുപോയി, അത്ര ലളിതമാണോ കാര്യങ്ങൾ? BJPക്ക് ബന്ധമില്ല എന്ന് അദ്ദേഹം പറയുന്നു. BJPക്ക് ബന്ധമില്ലെങ്കിൽ ഷാജി എന്തുകൊണ്ട് കുമ്മനം രാജശേഖരന് കൊണ്ടുപോയിട്ട് പരാതി കൊടുക്കണം? കുമ്മനം രാജശേഖരൻ എന്തിനു അന്വേഷിക്കണം? BJPയെ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഔട്ട്സോഴ്സ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. BJPക്ക് അങ്ങനെ ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ടോ? എന്തിനാണ് BJPക്ക് ബന്ധമില്ലാത്ത ഒരു അഴിമതി ആരോപണം അന്വേഷിക്കുന്നത്? എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ അത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമല്ലേ? എന്തിനാ ആഭ്യന്തര അന്വേഷണം നടത്തുന്നു? രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ കമ്മീഷൻ റിപ്പോർട്ടിൽ എല്ലാവരുടെയും മൊഴിയുണ്ടല്ലോ. ഷാജി മുതലുള്ള ആളുകൾ അവരൊന്നും BJPക്കാരല്ല. RS വിനോദ് BJPയിൽ നിന്ന് അഴിമതി നടത്തിയാൽ പുറത്താവും, പിന്നെ എല്ലാവരും മറന്നാൽ വീണ്ടും അകത്താവും, വീണ്ടും അഴിമതി നടത്തും, വീണ്ടും പുറത്താവും, വീണ്ടും അകത്താവും. ഇങ്ങനെ ഇത്രയും
സ്വാതന്ത്ര്യം, അഴിമതി നടത്താൻ സ്വാതന്ത്ര്യം അനുവദിച്ച് കിട്ടിയിട്ടുള്ള ഒരാളാണ് RS വിനോദ്. അദ്ദേഹം BJPയുടെ സഹകരണ സെൽ കൺവീനർ. കണ്ണദാസ് ഒരു MP-യുടെ PA. ഓഫീസ് ഓഫ് പ്രോഫിറ്റുമായി ബന്ധപ്പെട്ട ആരുമില്ല എന്നാണ് പറയുന്നത്. MP-യുടെ PA ഉൾപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് മൊഴിയും എടുത്തിട്ടുണ്ട്. വിശദമായ മൊഴിയും സമൂഹത്തിന്റെ മുമ്പിലുണ്ട്. മറ്റൊരാളാരാ? രാകേഷ് ശിവരാമൻ, BJP സംസ്ഥാന പ്രസിഡന്റിന്റെ അടുത്തയാൾ. മറ്റൊരാൾ സതീഷ് നായർ, BJP സംസ്ഥാന പ്രസിഡന്റിന്റെ ഡൽഹിയിലെ PRO. ഇവരെല്ലാം ഇവരൊന്നും BJPക്കാരല്ലേ? അപ്പോൾ BJPയുമായിട്ട് ബന്ധമില്ല എന്ന് അദ്ദേഹം ലളിതവൽക്കരിച്ചത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുന്നതല്ല. നല്ല വക്കീലായിട്ടുള്ള ശ്രീധരൻപിള്ള ചേട്ടന് പോലും, സാധാരണ യുക്തിഭദ്രമായിട്ട് പറയുന്ന ആൾക്ക് പോലും എങ്ങനെ ശ്രമിച്ചിട്ടും ഇതൊന്നും കോർത്തിണക്കിയിട്ട് ഒരു യുക്തിഭദ്രമാക്കാൻ കഴിയുന്നില്ല. ഇനി ഇവിടെ നമ്മുടെ കൊടുങ്ങല്ലൂരിൽ കള്ളനോട്ട് പിടിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അതൊറ്റപ്പെട്ടത്. ഇങ്ങനെ ഒറ്റപ്പെട്ട നിലയിൽ കള്ളനോട്ടടിയും അഴിമതിയും വ്യാപകമായിട്ട് എല്ലാ ജില്ലയിലും തുടങ്ങിയാൽ പിന്നെ അതിനെ ഒറ്റപ്പെട്ടതെന്ന് പറയാൻ പറ്റുമോ? 2 BJP നേതാക്കളെ പിടിച്ചു എന്ന് മാത്രമല്ല, അവരുടെ വീട്ടിൽ കേരളത്തിലെ സമുന്നതരായ BJP നേതാക്കൾ നിത്യസന്ദർശകരായിരുന്നതും അവർ വീട്ടിൽ വരുമ്പോഴെടുത്ത ഫോട്ടോ, സെൽഫി എല്ലാം സാമൂഹിക മാധ്യമങ്ങളിൽ കാണുന്നതാണ്. ഞാൻ എവിടെയെങ്കിലും ഒരാൾ ഫോട്ടോ എടുത്തതിൻ്റെ പേരിലല്ല പറയുന്നത്. ഇവരുടെ വീട്ടിൽ പോയി നിത്യസന്ദർശകരാണ് ഈ നേതാക്കൾ. ഇവർ BJPയുടെ നേതാക്കളുമാണ്. അപ്പോൾ കള്ളനോട്ടടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ ഇതുപോലെ ഇതിനു മുമ്പ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ട് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടോ? അതിനെയും അവർ ലളിതവൽക്കരിച്ചു. ഈ ലളിതവൽക്കരിക്കൽ, മൂടിവെക്കലാണ് ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണം. ഇവിടെ അത് മാത്രമാണോ? ഇവിടെ ഹവാല റൂട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. പെരുമ്പാവൂരിലെ ഒരു ഹവാല ഇടപാടുകാരനെ ഉപയോഗിച്ച് ഡൽഹിയിൽ പണം എത്തിച്ചു എന്ന് BJP കണ്ടെത്തിയ കാര്യമാണ്, ഞാൻ കണ്ടെത്തിയ കാര്യമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് കള്ളനോട്ടടിയും ഹവാലയും ഇതിനപ്പുറം ഇനി എന്ത് രാജ്യദ്രോഹമുള്ളത്? നാഴികയ്ക്ക് 40 വട്ടം രാജ്യദ്രോഹത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും ബാക്കി എല്ലാവരും രാജ്യദ്രോഹികളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവർ ഈ ഇരുളിൻ്റെ മറവിൽ നടത്തുന്ന രാജ്യദ്രോഹമുണ്ടല്ലോ, ആ രാജ്യദ്രോഹമല്ലേ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഹവാല ഇടപാട് നടത്തിയത് ലളിതമാണോ? ഒറ്റപ്പെട്ട കാര്യമാണോ? അതൊന്നും ആരും അന്വേഷിക്കേണ്ട എന്നുള്ളതാണോ? ശരി, ഡോക്ടർ ഫസൽ ഗഫൂറും ഈ ചർച്ചയിൽ പങ്കുചേരുകയാണ്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഈ MCAയുടെ അംഗീകാരം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ സർക്കാരിൻ്റെ ഒരു മെഡിക്കൽ കോളേജിനടക്കം 7 എണ്ണത്തിന്. ഇത് ഇപ്പോൾ നടക്കുന്ന ഈ കോഴ വിവാദവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ? ആദ്യം തന്നെ തുടക്കത്തിലെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരെങ്കിലും ആ കോഴയായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കറിവില്ല. കാരണം ഞാൻ രാഷ്ട്രീയ രംഗത്തുള്ള ആളല്ല, അതിനെപ്പറ്റിയിട്ട് എനിക്കില്ല. പക്ഷേ നമ്മളിത് പഠിക്കുമ്പോൾ ഇത് 7 കോളേജ് മാത്രമല്ല, ഇത് 70 കോളേജുകളെ സംബന്ധിക്കുന്ന കാര്യമാണ്. കാരണം കഴിഞ്ഞ കൊല്ലം മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകാരം നിഷേധിച്ച 70 കോളേജുകൾക്ക് ലോധ കമ്മിറ്റിയിലൂടെ ആ കോളേജുകൾക്ക് ഇൻസ്പെക്ഷൻ ഇല്ലാതെ അവർക്ക് അംഗീകാരം നൽകുകയാണ് ചെയ്തത്. ആ സമയത്ത് ഒരു ക്ലോസ് വെച്ചു. എന്താണെന്ന് വെച്ചാൽ അടുത്ത കൊല്ലം ഇൻസ്പെക്ഷനിൽ പരാജയപ്പെടുകയാണെങ്കിൽ 2 കൊല്ലത്തെ നഷ്ടപ്പെടും, അല്ലെങ്കിൽ 2 കൊല്ലത്തെ നഷ്ടപ്പെടുമല്ലോ. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ അതിന് തതുല്യമായിട്ടുള്ളൊരു ബോഡിയുടെ അംഗീകാരമില്ലാതെ 70 കോളേജുകൾക്ക് അംഗീകാരം നൽകുകയാണ് ചെയ്തത്. അവിടെയാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അതിൻ്റെ ഒരു കണ്ണിയാണോ കേരളത്തിലെന്ന് പറയാൻ ഞാൻ ആളല്ല. ഈ പണം ഇവിടുന്ന് കൊണ്ടുപോയത് അതിന് കൊടുക്കാനാണെന്ന് ഞാൻ ആളല്ല പറയാനായിട്ട്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ മെഡിക്കൽ കൗൺസിലിന് അംഗീകാരമില്ലാതെ കോളേജുകൾക്ക് അതും എന്താ ചെയ്തതെന്ന് വെച്ചാൽ, മെഡിക്കൽ കൗൺസിലിൻ്റെ ഇൻസ്പെക്ഷന് പകരമായിട്ട് ഓരോരോ കോളേജിനോടും അവരുടെ വെബ്സൈറ്റിൽ ഈ ഡെഫിഷ്യൻസീസ് എന്തൊക്കെയാണ് ആ കോളേജുകൾക്ക് ഉണ്ടായിരുന്ന ഇൻസ്പെക്ഷനിൽ ഉണ്ടായിരുന്ന ന്യൂനതകൾ അത് വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യുക. ഉദാഹരണമായിട്ട് രോഗികളില്ല എന്ന് വിചാരിച്ചു, അപ്പോൾ രോഗികളെ കിടത്തിക്കൊണ്ടുള്ള ഒരു വെബ്സൈറ്റിലൊരു ഫോട്ടോ അയക്കുക. അപ്പോൾ ഇവർ ഓക്കെ പറയും. ആ തരത്തിലുള്ള അല്ലെങ്കിൽ സ്റ്റാഫ് ഇല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ അവരുടെ ജസ്റ്റ് ഒരു അഫിഡാവിറ്റ് എടുത്ത് അയക്കാം, ഫിസിക്കലായിട്ട് വെരിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ 70 മെഡിക്കൽ കോളേജുകൾക്ക് ഇന്ത്യയിൽ അംഗീകാരം നൽകി. ഇത്തവണ എന്താ MCA ചെയ്തതെന്ന് വെച്ചാൽ, ഇത്തവണ MCA ഉറച്ചൊന്നും ഈ കോളേജുകൾക്ക് ഫെസിലിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഞാൻ പറയാനുള്ള കാര്യം, ഞാൻ MCA അംഗമായതുകൊണ്ട് ഞാൻ പറയണം. മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള 3-4 അംഗങ്ങൾ MCAയിൽ ആകുള്ളത് ഞങ്ങൾ 4 പേരുണ്ട്. 4 പേരും ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. MCAയുടെ യാതൊരു അംഗീകാരം ഇല്ലാതെ ആണ് ഈ കോളേജുകൾക്ക് അംഗീകാരം കൊടുത്തത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ അഴിമതി ഉണ്ടോ ഇല്ലേ എന്ന് പറയാൻ ഞാൻ ആളല്ല. ഡോക്ടർ ഫസൽ ഗഫൂർ, പക്ഷേ MCA ആണ് ഇൻസ്പെക്ഷൻ നടത്തുക. ഈ ലോധ കമ്മിറ്റിക്ക് നിങ്ങളുടെ ഈ പറയുന്ന നീതിപൂർവമായ തീരുമാനങ്ങളെയും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ സുതാര്യമായ നിയമപരമായ പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്താൻ, അട്ടിമറിക്കാൻ കഴിയുന്നുവെങ്കിൽ പിന്നെ അതിൽ അഴിമതിയല്ലാതെ പിന്നെ എന്ത് ഘടകം പ്രവർത്തിക്കുന്നു എന്നാണ്? അവിടെയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ആനന്ദ് റായ് എന്ന് തോന്നുന്നത് അദ്ദേഹമാണ് വ്യാപം സ്കാൻഡൽ പുറത്തു വന്നത്, ഡോക്ടർ ആനന്ദ് റായ്.
അദ്ദേഹം സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ MCAയുടെ നടപടികൾ ശരിയാണോ തെറ്റാണോ എന്നുള്ള പരിശോധിക്കാൻ മാത്രമേ ലോധ കമ്മിറ്റിക്ക് അംഗീകാരമുള്ളൂ. ലോധ കമ്മിറ്റിക്ക് സ്വയമേധ അംഗീകാരം കൊടുക്കാനുള്ള സ്റ്റാറ്റ്യൂട്ട്സ് പ്രകാരം, MCAയുടെ സ്റ്റാറ്റ്യൂട്ട്സ് പ്രകാരമോ പാർലമെൻറ്റിൽ പാസ്സാക്കിയുള്ള നിയമങ്ങൾ പ്രകാരമോ യാതൊരു അധികാരവുമില്ല. അധികാരങ്ങളില്ലാതെയാണ് ഈ കോളേജുകൾക്ക് അംഗീകാരം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വ്യാപകമായ അഴിമതി ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഹിന്ദു മാസികയിൽ നടന്ന ഇൻസ്പെക്ഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അക്കാലത്ത് കൊടുത്തിട്ടുണ്ട്. MCAയുടെ പ്രതിഷേധവും ഇക്കാര്യത്തിൽ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് MCA ഇത്തവണ ഉറച്ചു നിൽക്കുകയും സർപ്രൈസ് ഇൻസ്പെക്ഷൻ നടത്തുകയും ഈ കോളേജുകൾക്ക് തന്നെ, ഇന്ത്യയിലെ 70 കോളേജുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മളിവിടെ വളരെ ചെറുതായിട്ട് കാണുകയാണ്. കേരളത്തിലെ 7 കോളേജുകളെ പറ്റി 7 കോളേജ് കേരളത്തിലെ ബെറ്ററാണ്. അതല്ലാതെ ഓരോരോ കോളേജിൻ്റെ ഡെഫിഷ്യൻസീസ് MCA ഇൻസ്പെക്ഷനിൽ കാണിച്ചിട്ടുണ്ട്. ആ കോളേജുകൾക്കെല്ലാം അംഗീകാരം നൽകുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഡോക്ടർ ഫസൽ ഗഫൂർ, പക്ഷെ അപ്പോഴും ഈ ലോധ കമ്മിറ്റിയുടെ ഒരു നിമിഷം ലോധ കമ്മിറ്റിയുടെ ഇടപാടുകളിൽ സുതാര്യതയില്ല എന്ന് പറയാൻ വൈമുഖ്യം എന്തുകൊണ്ടാണ്? അഴിമതിയുടെ കേന്ദ്രമായി അത് മാറിയിരിക്കുന്നു. അങ്ങനെ അഴിമതിയുടെ കേന്ദ്രമായി അത് മാറിയിരിക്കുന്നതിൻ്റെ കാരണക്കാരൻ ലോധയല്ല. എന്തായാലും ഇവിടെ രാഷ്ട്രീയമായ ഇടപെടൽ നടന്നിട്ടുണ്ട്, ഇടനിലക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. താങ്കൾ ഈ പറയുന്നത് പോലെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് കൃത്രിമമായി ഇല്ലാതാക്കാൻ വഴികൾ പറഞ്ഞു കൊടുക്കുന്ന കൺസൾട്ടൻറ്റുമാരുണ്ട്. അവരൊക്കെ ഈ പറയുന്ന നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൻ്റെ ഉയർന്ന തലത്തിലുള്ള എല്ലാ മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരമൊരു കൂട്ടുകച്ചവടം നടത്താൻ കഴിയുന്ന ഒറ്റപ്പെട്ടവരാണ് എന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ ഒരു ഒറ്റപ്പെട്ടവനാണ് ഈ സതീഷ് നായർ. അയാളുടെ ഒരു ഇടനിലക്കാരനായി ഇവിടെ ഒരു ഈ പറയുന്ന വിനോദ് വരുന്നു. ഷാജി എന്ന് പറയുന്നയാൾ അതിൻ്റെ പേരിൽ ബലിയാടാക്കപ്പെടുന്നു, നഷ്ടമുള്ള ഒരാളായി മാറുന്നു. ഇങ്ങനെയാണോ ഇതിനെ കാണേണ്ടത്? ഇതിനെയൊക്കെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ കണ്ണിയില്ലേ ഇതിൽ? അല്ലാതെ രാഷ്ട്രീയ കണ്ണി ഉണ്ടോ ഇല്ല എന്നുള്ള എൻ്റെ അടുത്തിരിക്കുന്ന ശ്രീ ശ്രീധരൻപിള്ള ഉണ്ട്, എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിനെ പറയാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ എന്തോ റിപ്പോർട്ടിലാണത് കാണുന്നത്. ഞാൻ ആ വസ്തുതകൾ, കാരണം ഞാനതിലെ രാഷ്ട്രീയം കൂട്ടിക്കലർത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ വസ്തുതകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. മെഡിക്കൽ കൗൺസിൽ, ലോധ കമ്മിറ്റി, സെൻട്രൽ ഗവൺമെൻറ്, ഈ കോളേജുകൾ, എന്താണ് ഈ കോളേജുകളുടെ ഇതിലുള്ള പ്രശ്നം എന്നുള്ളത് അത് മാത്രമേ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളൂ. അതിൽ അഴിമതി ഉണ്ടാവൂ എന്ന് ചോദിച്ചാൽ അഴിമതിക്ക് നല്ല സ്കോപ്പ് ഉണ്ട്. കാരണം ഒരു കോളേജിന് ഇപ്പോൾ അംഗീകാരം ഈ കാര്യത്തിൽ ഒരു പരിശോധന എന്തായാലും കേരളത്തിൽ നടക്കുന്നുണ്ട് വിജിലൻസിന്റെ നേതൃത്വത്തിൽ. എൻ്റെ സംശയം, അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ളയാണ് അതിൽ വ്യക്തമായ മറുപടി പറയേണ്ടതും, സംശയം ഈ ലോധ കമ്മിറ്റി എന്നത് ഏത് സ്വഭാവമുള്ളതാണ്? ഇപ്പോൾ നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നത് പബ്ലിക് സർവൻസ് ഇൻവോൾവ് ആയിട്ടുള്ള കേസുകളെ വിജിലൻസിന് അന്വേഷിക്കാൻ കഴിയും. ആ രൂപത്തിൽ നഷ്ടം വരിക, ആ രൂപത്തിൽ മിസ്കോണ്ടക്റ്റ് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന വിജിലൻസിന് അന്വേഷിക്കാൻ കഴിയുക. അപ്പോൾ ഇപ്പം നദ്ദ ആരോഗ്യമന്ത്രിയാണല്ലോ, അദ്ദേഹം ഈ കാര്യത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു ആക്ഷേപമുണ്ട് എങ്കിൽ ഈ നിയമജ്ഞർ പറയുന്നത് ഡയറക്റ്റ് സെർവൻ്റാണ്. MCA ആണെങ്കിൽ അതിലാരെങ്കിലും പങ്കാളികളാണെങ്കിൽ ഡീംഡ് സെർവൻ്റാണ്, ഡീംഡ് പബ്ലിക് സെർവൻ്റാണ് എന്ന പോലെ ഈ ലോധ കമ്മിറ്റി അംഗങ്ങൾ ഏതിൻ്റെ നിർവചനത്തിൽ വരും? അത് വല്ലാതൊരു നിയമ ചോദ്യമാണ്. അത് എന്നോടല്ലാതെ ഞാൻ പറഞ്ഞു, അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള എൻ്റെ സൈഡിലുണ്ട്, അദ്ദേഹത്തിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ. പക്ഷേ അന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ആനന്ദറായി സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ് എന്താണെന്ന് വെച്ചാൽ ദ ലോധ കമ്മിറ്റി ഈസ് ഓവർ സ്റ്റെപ്പിംഗ് ഇറ്റ്സ് ലിമിറ്റ്സ്. ലോധ കമ്മിറ്റിക്ക് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ നടത്തിയിട്ടുള്ള എന്തെങ്കിലും വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചോദ്യം ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ ഇനി വേറെ കാര്യം കൂടെ ലോധ കമ്മിറ്റി ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 100 സീറ്റ് 150 സീറ്റായിട്ട് കൂട്ടാനുള്ള ഇൻസ്പെക്ഷൻ നടന്നു. അതായത് അവർക്ക് 100 സീറ്റേ ഉള്ളൂ. ലോധ കമ്മിറ്റി വിത്തൗട്ട് ഇൻസ്പെക്ഷൻ 150 സീറ്റ് അങ്ങോട്ട് കൊടുത്തു. അങ്ങനെയാണ് ഇപ്പോൾ ഒരുപാട് കോളേജുകൾക്ക് 150 സീറ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, കുറച്ചും കൂടെ വ്യാപകമായിട്ടാണ് ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിജിലൻസ് എൻക്വയറി ആണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 സ്വകാര്യ വ്യക്തികൾ അല്ലെങ്കിൽ ഒന്നിലധികം സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള ഇടപാടാണിത് പ്രഥമ ദൃഷ്ട്യാ എന്നതുകൊണ്ട് വിജിലൻസ് അന്വേഷണം എത്രത്തോളം ഈ കാര്യത്തിൽ നിയമപരമായി നിലനിൽക്കുന്നതാണ്? ഈ കേസിൽ ഇതുവരെ രൂപപ്പെട്ടു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ വേണുവിനുള്ള സ്നേഹവും ബഹുമാനവും എല്ലാം നിലനിർത്തി ഞാൻ പറയട്ടെ. ഇവിടെ നടന്ന ചർച്ചയിൽ എൻ്റെ പാർട്ടിക്കെതിരായിട്ട് ബഹുമാനപ്പെട്ട MP ഉൾപ്പെടെയുള്ളവർ നിരവധി കാര്യങ്ങൾ പറഞ്ഞു. 3 പേര്, അവർ 2 പേര്, 2 രാഷ്ട്രീയക്കാരായ എൻ്റെ സുഹൃത്തുക്കൾ ചാമപ്പള്ളിയും അവരെല്ലാം കൂടെ പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാനൊരു മറുപടി പറയാൻ എനിക്കൊരു നാച്ചുറൽ ജസ്റ്റിസിന് അവകാശമില്ലേ? അതാദ്യം തരണ്ടേ. രണ്ടാമത് ലോധ കമ്മിറ്റി, താങ്കൾ ഉൾപ്പെടെയുള്ളവർ ലോധ കമ്മിറ്റിയെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ പരമ അബദ്ധമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.
മൂന്നാമതായിട്ട് താങ്കൾ പറഞ്ഞ മറുപടി പറയാം. ഇതിനെനിക്ക് സമയം അനുവദിക്കുമെങ്കിൽ ഞാൻ അതിലേക്ക് കടക്കാം. അല്ലാതെ നിങ്ങൾ പിന്നെ ഷോർട്ട് കട്ടായിട്ടൊരു ചോദ്യം ചോദിച്ചാലേക്ക് വരുമ്പം മറ്റേ നഷ്ടപ്പെടുക ചെയ്യുന്നത് എനിക്ക്. കാരണം ഇതിൽ ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങളെല്ലാം ഞാൻ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിന് ഇതുവരെ ഇന്ത്യയിൽ നെഹ്റുവിൻ്റെ കാലം തൊട്ട് എൻ്റെ 2 സുഹൃത്തുക്കളായിട്ട് ഞാൻ പറയാം, ഇന്ത്യ കണ്ട ഏറ്റവും സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി ആരോപണം ഏതായിരുന്നു? കെയ്റോൺ സിംഗിൻ്റെ അല്ലായിരുന്നു.